ഹലോ ഗൈസ്, നല്ല വ്യൂ ഒക്കെ കണ്ട് സൺസെറ്റൊക്കെ കണ്ടിട്ട് വരാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ടെങ്കിലും സ്കോട്ട്ലൻഡിൽ അത് വളരെ കുറവാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമുക്കിന്ന് പോയാലോ? നല്ല അടിപൊളി സൺസെറ്റും കണ്ട് വ്യൂ ഒക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരാം. സ്കോട്ട്ലൻഡിലെ എഡിൻബ്രയിലുള്ള ഹോളിറൂഡ് പാർക്കിലാണ് നമ്മളിന്ന് പോകുന്നത്. പ്രകൃതി ഭംഗിക്കും ചരിത്രപരമായ പ്രാധാന്യത്തിനും പേര് കേട്ട ഈ സ്ഥലം നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കയറ്റവും ഉണ്ട്, എന്നാൽ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല ട്രെക്കിങ്ങിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട്. എഡിൻബ്രയിൽ തന്നെ അധികം ആരും പോകാത്തൊരു ഹിഡൻ പ്ലേസ് എന്ന് വേണേൽ തന്നെ പറയാം. കാരണം കൂടുതൽ മല കയറാനൊക്കെ ആൾക്കാർക്കൊരു മടി പോലെയാണ്. പക്ഷേ കയറി കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂവോ അത് അടിപൊളി തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അകലെ ഒരു കുളത്തിൽ സീകളൊക്കെ നീന്തി കുളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആലപ്പുഴയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ താറാക്കൂട്ടങ്ങളൊക്കെ നീന്തി നടക്കുന്ന പോലെ തന്നെയാണ് ഈ വറ്റകൾ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അകലെ നിന്നുള്ളൊരു വ്യൂ ആണ്. ഈ തടാകത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 2 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്. നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ട് മാത്രം നമ്മൾ പോകുന്നു. ആർതർ സീറ്റിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ആർതർ സീറ്റ് എന്ന് പറയുന്നത് പഴയകാല ഒരു അഗ്നിപർവ്വത അവശിഷ്ടമാണ്. അങ്ങ് മലമുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത് കാണാൻ വേണ്ടിയാണ് ഇത്രയധികം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. സൺസെറ്റ് കാണാനാണ് മിക്ക ആൾക്കാരും ഇവിടെ വരാറ്. കാരണം അതൊരു പ്രത്യേക ഫീലാണ്. ചരിത്രത്തിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 340 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് രൂപപ്പെട്ട ഒരു കുന്നാണെന്നാണ് ചരിത്രം പറയുന്നത്. പ്രശസ്ത രാജാവ് ആർതറിൻ്റെ ഇതിഹാസ കഥകളിലെ കാംലോട്ടുമായിട്ട് ഈ സ്ഥലത്തെ ബന്ധപ്പെടുത്താറുണ്ട്. അങ്ങനെ വന്ന പേരുകളിലൊന്നാണ് ആർതർ സീറ്റ്. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളുള്ള ഈ ആർതർ സീറ്റ് കാണാൻ ഈ സമ്മർ ടൈമിൽ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അടിപൊളി തന്നെയാണ്. സ്കോട്ട്ലൻഡിൻ്റെ ഒരു പകുതി ഭാഗം തന്നെ, അതായത് എഡിൻബ്രയുടെ ഒരു പകുതി ഭാഗം തന്നെ ആർതർ സീറ്റിൽ നിന്ന് കഴിഞ്ഞാൽ കാണാം. പിന്നെ അത്യാവശ്യം നല്ല അടിപൊളി സൺസെറ്റ് തന്നെയാണ്. സൂര്യനൊക്കെ നമ്മുടെ അടുത്തിങ്ങനെ വന്നിരിക്കുന്ന പോലെ തോന്നും. അതുപോലത്തെ ഫീലാണ്. ഇത് ആ കാണുന്ന കുന്നാണ് ആർതർ സീറ്റ്. അതിൻ്റെ മുകളിൽ നമുക്ക് ചെല്ലണം. 2 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്. എന്താ ചെയ്യുക, നടന്നല്ലേ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല വ്യൂ കാണണ്ടേ. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ കുന്നുകൾക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ചരിത്രങ്ങൾ കേട്ട് നമ്മൾ ബോറടിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. നല്ല രസമുണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നല്ല തണുത്ത കാറ്റും ആ അകലെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പം മനസ്സിന് കിട്ടുന്ന ഒരു കുളിർമ അത് വേറൊരു ഫീലാണ് കേട്ടോ. ഇത് ഈ സൂര്യനാണിങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രി 8 മണിയായി. കണ്ടാൽ പറയുകയില്ല. അതാണ് വേറൊരു കാര്യം. ഇവിടുത്തെ ക്ലൈമറ്റ് സമ്മർ ടൈമിലൊക്കെ രാത്രിയാകുമ്പോൾ 10 മണിയാകും കേട്ടോ. താഴത്തെ വ്യൂ കണ്ട് അവിടെ നിന്നപ്പോൾ ഓർത്തു, എന്തിനാണ് ഈ ആൾക്കാരെല്ലാം ഈ മുകളിലേക്ക് പോകുന്നതെന്ന്. അവർക്ക് പ്രാന്താണോ? ഇവിടെ നിന്ന് കിട്ടുന്ന അതേ വ്യൂ തന്നെയല്ലേ മുകളിൽ നിന്ന് കിട്ടുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ എൻ്റെ ചിന്ത അപ്പാടെ മാറ്റിക്കളഞ്ഞു. കാരണം മുകളിൽ കയറുമ്പോഴുള്ള വ്യൂ അത് വേറൊരു ഫീല് തന്നെയാണ് കേട്ടോ. ആ കല്ലുകളൊക്കെ അത്യാവശ്യം തേയ്മാനം സംഭവിച്ച പോലെയാണ് ഇരിക്കുന്നത്. കാരണം സ്ലിപ്പറിയാണ്. ചവിട്ടിക്കഴിഞ്ഞാൽ തെന്നിപ്പോകുന്ന രീതിക്കാണ് ആ കല്ലുകളെല്ലാം. കാരണം ഒരുപാട് പേരിങ്ങനെ ചവിട്ടി കയറി നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല മലയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കയറാൻ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റുന്നൊരു സ്പോട്ടാണ് ആർതർ സീറ്റ്. സ്കോട്ട്ലൻഡിൽ പോയാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്പോട്ട് തന്നെയായിട്ട് ഞാൻ പറയും കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല വ്യൂവും കാര്യങ്ങളാണ് അതിൻ്റെ പൊക്കത്തിൽ കയറിയാൽ. സൺസെറ്റൊക്കെ കാണാൻ അടിപൊളിയാണ്. എഡിൻബ്ര നഗരത്തിൻ്റെ 360 ഡിഗ്രി കാഴ്ചകൾ കാണാൻ ഈ മലയിൽ നിന്നാൽ പറ്റും കേട്ടോ. ഇതൊരു പഴയകാല അഗ്നിപർവ്വത അവശിഷ്ടമാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞതല്ല, ചരിത്രം പറയുന്നതാണ് കേട്ടോ. ഈ സൂര്യനെ പോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. സന്തോഷവും സങ്കടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വന്നും പോയൊക്കെ ഇരിക്കുന്നതാണല്ലോ സന്തോഷവും സങ്കടമൊക്കെ. അപ്പോൾ നമ്മൾ ജീവിതം ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയ്ക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.